ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് അനാവശ്യമായിട്ടുള്ള ഭീതിയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും വാർത്താ മാധ്യമങ്ങളിലാണെങ്കിലും കാണുന്നത് എന്നാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ ഈ ഒരു ട്രേഡ് ഡീല് ഇന്ത്യയിലെ ഫാർമേഴ്സിനെയൊക്കെ ബാധിക്കും എന്ന തരത്തിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ലേഖനങ്ങൾ എഴുതുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ അജണ്ടകളുണ്ട്. അതായത് ഇന്ത്യയിലെ കർഷകരെ തെരുവിലിറക്കി ഗവൺമെന്റിനെതിരെ സമരം ചെയ്യിക്കുക എന്ന ലക്ഷ്യവും ഇതിന്റെ പുറയിലുണ്ട്. ഒരു വ്യാപാര കരാറാവുമ്പോൾ നമുക്ക് ഏകപക്ഷീയമായിട്ട് ഇന്ത്യക്ക് മാത്രം ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡീൽ ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മാത്രമേ സാധിക്കൂ. നമ്മൾ അമേരിക്ക താരിഫ് ചുമത്തുന്ന കാര്യം പറയുമ്പോൾ ശരിക്കും ഇന്ത്യ അമേരിക്കൻ പ്രോഡക്ട്സിന് മേൽ ചുമത്തിയിരുന്ന താരിഫിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം പലരും ശ്രമിക്കാറുണ്ട്. ഞാനിവിടെ ഒരു പട്ടിക വയ്ക്കാം. ഇതിനകത്ത് ജസ്റ്റ് നോക്കുക. നമ്മൾ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പാസഞ്ചർ കാറുകൾ ഏകദേശം $40,000 മുകളിൽ വാല്യൂ വരുന്ന കാറുകൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ചുമത്തിയിരുന്ന താരിഫ് 100 മുതൽ 110% വരെയാണ്. ഇത് ഇടയ്ക്കൊക്കെ 150% എന്നൊക്കെ എവിടെയോ വായിച്ചതായി ഓർക്കുന്നുണ്ട്. സോ 100 മുതൽ 110% വരെ താരിഫ് നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇവിടോട്ട് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങളിൽ ചുമത്തിയിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ $50,000 ഒരു കാറ് നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അതിന് $1 ലക്ഷം കൊടുക്കേണ്ടി വരും. ആരെങ്കിലും ഇറക്കുമതി ചെയ്യാൻ തയ്യാറാവുമോ? അത്രയും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ തയ്യാറാവുള്ളൂ അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഓരോ മേഖലകൾ എടുക്കാം. ഫുള്ളി ബിൽഡ് പാസഞ്ചർ കാർസ് നമ്മൾ മിഡ് റേഞ്ചിൽ എടുക്കുകയാണെങ്കിൽ പോലും, അതായത് ഈ ഒരു $40,000 അടുത്ത് വരെ വരുന്ന ആ ഒരു റേഞ്ച് നോക്കിയാൽ പോലും 70% നമ്മൾ ചുമത്തിയിരുന്ന നികുതി. ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് 70 മുതൽ 110% നികുതിയാണ് ചുമത്തിയിരുന്നത്. അതുപോലെ തന്നെയാണ് പല കാർഷിക ഉൽപ്പന്നങ്ങൾക്കും 50% വരെയും 40% വരെയും ഒക്കെ നമ്മൾ നികുതി ചുമത്തിയിട്ടുണ്ട്. പ്ലാസ്റ്റിക്സ്, ഓർഗാനിക് കെമിക്കൽസ്, ഇതിനൊക്കെ നമ്മൾ 70% വരെ പരമാവധി നികുതി ചുമത്തിയിട്ടുണ്ട്. ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിന് 20% വരെ നികുതി ചുമത്തിയിട്ടുണ്ട്. മിനറൽസ്, മെറ്റൽസിനൊക്കെ 40% വരെ നികുതി ചുമത്തിയിട്ടുണ്ട്. മെഷീനറി, ഇൻഡസ്ട്രിയൽ എക്യുപ്മെന്റ്സിനൊക്കെ 0 to 20% ആണ് നികുതി. ടെക്സ്റ്റൈൽസിന് 10 to 15%. പ്രോസസ്ഡ് ഫുഡ് അങ്ങനെയുള്ളവയ്ക്കൊക്കെ നമ്മൾ 3 മുതൽ 5% നികുതി. ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റുകളിൽ 0 to 10%, ചിലതിനുണ്ടാവും, ചിലതിന് 10% വരെ പരമാവധി. സെമി കണ്ടക്ടേഴ്സ്, ക്രിട്ടിക്കൽ ടെക്കിന് 0%. അതെന്തുകൊണ്ടാണ് ഇന്ത്യ 0% ചുമത്തിയത്, അല്ലെങ്കിൽ നികുതിയെ ചുമത്താത്തത്? കാരണം ഇന്ത്യക്ക് ആവശ്യമാണ്. ക്രിട്ടിക്കൽ ടെക്നോളജിയും സെമി കണ്ടക്ടറും ഇന്ത്യക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 0% ആണ് താരിഫ് ചുമത്തിയത്. അപ്പൊ ഇവിടെ കൃത്യമായി ഈ പട്ടിക നോക്കിയാൽ കാണാം, ഇന്ത്യയുടെ വിപണിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലവും നമ്മൾ ഇങ്ങോട്ടേക്ക് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അമേരിക്ക ആകട്ടെ ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങളൊന്നും വയ്ക്കാതെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അവരുടെ വിപണിയിൽ വിറ്റഴിക്കാനുള്ള അവസരം തന്നിട്ടുമുണ്ട്. ഇന്ത്യയുടെ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളും. അപ്പൊ ട്രംപ് വന്നപ്പോൾ ട്രംപ് ഇപ്പൊ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്ക എന്തിനാ അങ്ങനെ ഇളവ് കൊടുക്കേണ്ട കാര്യം, ഞങ്ങളും താരിഫ് ചുമത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് 10% ബേസ് താരിഫിൽ തുടങ്ങി രാജ്യങ്ങൾക്ക് 15%. അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളാണ് ജപ്പാൻ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ. അവരുടെ മേല് പോലും 15% നികുതി ചുമത്തിയിട്ടുണ്ട്. നാറ്റോ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അമേരിക്കയുമായിട്ട് എത്ര അടുപ്പമുള്ള രാജ്യങ്ങളായിരിക്കാം. സോ അമേരിക്കയ്ക്ക് അത്രയും അടുപ്പമുള്ള രാജ്യങ്ങളുടെ മേൽ പോലും അവര് 15% നികുതി ചുമത്തണം എന്നുണ്ടെങ്കിൽ ട്രംപിന്റെ ഉദ്ദേശം വളരെ ക്ലിയർ ആണ്. അയാൾ അമേരിക്കയെ മാത്രം ചിന്തിക്കുന്നു, അമേരിക്കയെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. മറ്റുള്ളവർ എങ്ങനെ പോയി തൊലഞ്ഞാലും അയാൾക്കൊരു പ്രശ്നമില്ല. അപ്പൊ ഇന്ത്യ ഇവിടെ അമേരിക്കയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ബെറ്റർ ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. എന്ന് വെച്ച് നമ്മളിപ്പോൾ നമ്മുടെ വിപണി ഇപ്പോഴും പൂർണ്ണമായിട്ട് അമേരിക്കയ്ക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇപ്പോഴും നിയന്ത്രണങ്ങളും പരിമിതികളും ഉണ്ട്. അതിന്റെ പൂർണ്ണമായ ഒരു ഡീല് സൈൻ ചെയ്യുന്ന സമയത്ത് വ്യക്തമായി നമുക്കത് മനസ്സിലാവും. ഇനി നമ്മൾ ഇന്ത്യക്കാർ എന്തിനാണ് വെപ്രാളം കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പൊ നമ്മളിപ്പോൾ അമേരിക്കൻ പ്രോഡക്റ്റുകൾ ഇങ്ങോട്ട് വന്നാൽ ഇന്ത്യക്കാർ വാങ്ങിയാലല്ലേ അതുകൊണ്ട് കാര്യമുള്ളൂ. ഇപ്പൊ നമുക്ക് ഇന്ത്യൻ പ്രോഡക്റ്റുകൾ, അത്ര ദേശസ്നേഹമുള്ള ആളുകൾ, അത്ര രാജ്യസ്നേഹമുള്ള ആളുകൾ അമേരിക്കൻ പ്രോഡക്റ്റുകൾ വാങ്ങരുതെന്നേ. നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഇവിടെ കിടന്ന് ഡയലോഗ് അടിക്കേണ്ട ഒരു കാര്യവും ഇതിനകത്തില്ല. നമ്മൾ ഇന്ത്യക്കാർ വിചാരിക്കുകയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മതി എന്ന് ഒരു ദൃഢനിശ്ചയം എടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അമേരിക്ക ഇനി എന്ത് പ്രോഡക്റ്റ് വേണോ ഇവിടെ വിപണി കൊണ്ടുവന്നോട്ടെ, നമ്മൾ വാങ്ങില്ല, നമുക്ക് നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് മതി എന്ന് വിചാരിക്കും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത്, ഈ ട്രേഡ് ഡീലിനെ വിമർശിക്കുന്നവർ നിങ്ങൾ സ്വയം ഒരു തീരുമാനമെടുക്കുക. ഞങ്ങൾ ഇനി അമേരിക്കൻ പ്രോഡക്റ്റുകൾ വാങ്ങില്ല, ഞങ്ങൾ ഇന്ത്യൻ പ്രോഡക്റ്റുകളെ വാങ്ങൂ എന്ന് നിങ്ങൾ തീരുമാനിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത് നടപ്പിലാക്കിയാൽ തന്നെ ധാരാളമാണ്. അപ്പോൾ ഇന്ത്യക്ക് ഇത് കുഴപ്പമാണെന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മൾ അമേരിക്കൻ പ്രോഡക്റ്റുകൾ, ഇന്ത്യൻ പ്രോഡക്റ്റുകളെ ഉപേക്ഷിച്ച് വാങ്ങുമ്പോഴാണ്. ഇന്ത്യക്കാർ വാങ്ങാതിരുന്നാൽ മതിയെന്നേ. ഇനി മറ്റൊരു കാര്യം, ഏകപക്ഷീയമായിട്ട് ഇന്ത്യ അങ്ങ് സമ്പന്നമാക്കാമെന്നുള്ള ഉദ്ദേശത്തോടെ അല്ലല്ലോ പ്രസിഡന്റ് ട്രംപ് വന്നിരിക്കുന്നത്. അയാളെ രാജ്യത്തിന്റെ കാര്യങ്ങളാണല്ലോ അയാൾ നോക്കുന്നത്. അപ്പം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്ത് ബെറ്റർ ഡീൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്.
അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. അതൊരു അവിശുദ്ധ കൂട്ടുകെട്ടാണ്. അങ്ങനെ വിവിധ രാജ്യങ്ങളുമായിട്ട് അമേരിക്കയ്ക്ക് പല കൂട്ടുകെട്ടുകളുമുണ്ട്. എന്തായാലും പാകിസ്ഥാനും ബംഗ്ലാദേശിനും കിട്ടിയതിനേക്കാൾ ഒരു ബെറ്റർ ഡീല് നമ്മുടെ ഇന്ത്യക്ക് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിഞ്ഞു എന്നത് തന്നെ വലിയ നേട്ടം. 1% പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഉള്ളതിനേക്കാൾ കുറവ് താരിഫ് ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്ക് മേൽ ഉള്ളൂ. അത് വലിയൊരു കാര്യം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇന്ത്യ 500 ബില്യന്റെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണല്ലോ വേറൊരു ചർച്ച. ഇതിപ്പോ നാളെ ഇന്ത്യ അങ്ങ് വാങ്ങാൻ പോകുന്നു എന്നൊന്നും അർത്ഥം അതിനകത്തില്ല. ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള കച്ചവടം വർദ്ധിപ്പിക്കും എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ് അതുകൊണ്ട് അമേരിക്ക കണക്കാക്കുന്നത്. അതായത് ട്രംപ് ഇങ്ങനെയുള്ള കരാറുകൾ ഉണ്ടാക്കുന്നതിലൂടെ അയാളുടെ രാഷ്ട്രീയം കൂടി കളിക്കുകയാണ്. ഇന്ത്യ 500 ബില്യൺ വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റേ രാജ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ഇത് അയാളുടെ ഒരു രാഷ്ട്രീയം കൂടിയാണ്. അയാൾ വന്നതിന് ശേഷം കണ്ടില്ലേ അമേരിക്കയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുന്നു എന്ന് അയാളുടെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. ഇപ്പൊ ഇന്ത്യ ഇപ്പൊ പറഞ്ഞു എന്ന് പറഞ്ഞ് നാളെ പോയി 500 ബില്യൺ എന്ത് വാങ്ങാനാണ്? അപ്പൊ അതൊക്കെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് വർദ്ധിപ്പിക്കും, ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നത് കൂട്ടും. അത് ചിലപ്പോൾ ആയുധങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനികൾ ചിലപ്പോൾ എണ്ണ വാങ്ങുന്നത് അമേരിക്കയിൽ നിന്ന് വർദ്ധിപ്പിക്കാം. ഏതെങ്കിലുമൊക്കെ രീതിയിൽ അമേരിക്കയുമായിട്ടുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുമെന്നതാണ്. അല്ലാതെ നരേന്ദ്രമോദി സർക്കാർ ട്രംപിന്റെ അടുത്ത് 500 ബില്യൺ എന്ന് പറഞ്ഞ് കൊണ്ടുകൊടുത്തിട്ട് എന്തെങ്കിലും വാങ്ങുന്ന കാര്യമല്ല ഇത്. മറ്റു ചില ഉദാഹരണങ്ങൾ പറയാം. യൂറോപ്യൻ യൂണിയൻ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണല്ലോ. യൂറോപ്യൻ യൂണിയൻ അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് ഡീല് 15% താരിഫുള്ള ട്രേഡ് ഡീല് സൈൻ ചെയ്തുകൊണ്ട് അവർ പറഞ്ഞത് $600 ബില്യൺ അമേരിക്കൻ എക്കണോമിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് അവർ പ്ലെഡ്ജ് ചെയ്തത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 600 ബില്യൺ യുഎസിന്റെ ഏറ്റവും അടുത്ത ആളാണ്, എന്നിട്ടല്ലേ ഇന്ത്യയൊക്കെ വരുള്ളൂ. എന്തായാലും EU കഴിഞ്ഞിട്ടല്ലേ ഇന്ത്യ ഉള്ളൂ. ഇന്ത്യ 500 ബില്യന്റെ ട്രേഡ് ആണ് എഗ്രി ചെയ്തെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് യൂറോപ്യൻ യൂണിയൻ 600 ബില്യന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ്, US എക്കണോമിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് പ്ലെഡ്ജ് ചെയ്തിരിക്കുന്നത്. ഇനി അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ നമ്മുടെ ജപ്പാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? $550 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യമല്ല പറഞ്ഞത്, ഇന്ത്യ ട്രേഡ് വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. അതായത് 500 ബില്യന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു എന്ന് പറയുമ്പോൾ അടുത്ത കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം വർദ്ധിക്കുമെന്ന അർത്ഥം അതിനകത്ത് കണ്ടാൽ മതി. അല്ലാതെ ഇന്ത്യ 550-500 ബില്യൺ കൊണ്ടുവന്ന് US ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്പനികൾ അമേരിക്കയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അത് നമുക്ക് നഷ്ടമാണ്. ഇതിപ്പോ അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്തോട്ടെ, നമ്മൾ അങ്ങോട്ട് പോയി ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമൊന്നും ഇവിടെ പറയുന്നില്ല. ഇവിടെ കച്ചവടം വർദ്ധിക്കും എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ജപ്പാൻ, യുഎസിന്റെ സഖ്യരാജ്യമായ ജപ്പാൻ 550 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ട്രേഡ് ഡീൽ സൈൻ ചെയ്തത്. സൗത്ത് കൊറിയ അമേരിക്കയുടെ ഒരു വെസൽ സ്റ്റേറ്റ് ആണ്. സൗത്ത് കൊറിയ പറഞ്ഞിരിക്കുന്നത് $350 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് യുഎസിൽ, അതും മാർച്ച് 26 കൂടിയിട്ട്. സ്വിറ്റ്സർലാൻഡ് മറ്റൊരു അടുത്ത സുഹൃത്ത് രാജ്യമാണ് അമേരിക്കയുടെ. $200 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് 2028 കൂടിയിട്ട് ചെയ്യാമെന്ന് സമ്മതിച്ചിരിക്കുന്നത്. തായ്വാൻ ചിപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്, അമേരിക്കയ്ക്ക് വളരെ അത്യാവശ്യം വേണ്ട സുഹൃത്ത് രാജ്യമാണ്. തായ്വാൻ 250 ബില്യന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അഗ്രി ചെയ്തിരിക്കുന്നത്. ദരിദ്ര രാജ്യമാണ് ബംഗ്ലാദേശിനെ കൊണ്ടുപോലും അമേരിക്ക ഏകദേശം 20 ബില്യൺ അടുത്ത് എനർജി പ്രോഡക്റ്റുകൾ വാങ്ങുന്നതും എയർക്രാഫ്റ്റ് വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉറപ്പ് നേടിയെടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ഇന്ത്യയുടെ കേസിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യ 500 ബില്യന്റെ ഗുഡ്സ് പർച്ചേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പർച്ചേസ് എന്ന് വെച്ചാൽ കച്ചവടം കൂടുമെന്ന് മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ. ഇനി തീർന്നിട്ടില്ല. ഗൾഫ് രാജ്യങ്ങൾ ഒരുപാട് പേർക്ക് അന്നം കൊടുക്കുന്ന രാജ്യങ്ങളാണല്ലോ. ഈ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയിൽ ചെയ്യാമെന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് അറിയാമോ? $1.4 ട്രില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് UAE എന്ന് പറയുന്ന രാജ്യം മാത്രം അമേരിക്കയിൽ ചെയ്യാമെന്ന് ട്രംപിന് ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായും ആർക്കും പരിശോധിച്ച് ഉറപ്പുവരുത്താം, അല്ലാതെ വെറുതെ പറയുന്ന കാര്യങ്ങളല്ല. എവിഡൻസ് ആർക്കും പരിശോധിക്കാം. സൗദി അറേബ്യ 600 ബില്യൺ മുതൽ $1 ട്രില്യൺ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാമെന്നാണ് സമ്മതിച്ചിരിക്കുന്നത്. ഖത്തർ 1.2 ട്രില്യൺ ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് സമ്മതിച്ചിരിക്കുന്നത്. കമ്മിറ്റ്മെന്റ് ആണിത്, പ്ലെഡ്ജ് ചെയ്തിരിക്കുന്ന കമ്മിറ്റ്മെന്റ് ആണ്. ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇവരൊക്കെ എന്തുകൊണ്ടാണ് അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത്? ട്രംപിന്റെ പോളിസിയുടെ ഭാഗമാണ്. ട്രംപ് ബാർഗെയിൻ ചെയ്യുവാണ്. ഇപ്പൊ ചില രാജ്യങ്ങൾക്ക് അമേരിക്ക സെക്യൂരിറ്റി ഉറപ്പ് കൊടുക്കുന്നു, ചില രാജ്യങ്ങളുടെ എനർജി കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയാണ്, ചില രാജ്യങ്ങളുടെ ഭരണകൂടത്തെ തന്നെ കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയാണ്, ചില രാജ്യങ്ങളുടെ വ്യാപാരത്തിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ട്, ചില രാജ്യങ്ങളുടെ എക്കണോമി എന്ന് പറയുന്നത് അമേരിക്കൻ മാർക്കറ്റിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇന്ത്യയൊക്കെ വേണമെങ്കിൽ ആ കൂട്ടത്തിൽ പെടുത്താം. കാരണം ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് US മാർക്കറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോൾ 50% നികുതി വന്നപ്പോൾ മറ്റ് മാർക്കറ്റുകൾ കണ്ടുപിടിച്ചു എങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു വിപണി അല്ലല്ലോ US. അപ്പൊ US വളരെ സമ്പന്നമായ മനുഷ്യരുള്ള ഒരു രാജ്യമാണ്. അപ്പൊ ആ വിപണി ഇന്ത്യക്കാർക്ക് ആവശ്യമുള്ള ഒരു വിപണിയാണ്. അപ്പൊ അവിടെ അമേരിക്ക പറയുന്നത് എന്താണ്? ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാരത്തിൽ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്,
അമേരിക്കയിൽ നിന്ന് ഇന്ത്യ കുറച്ച് സാധനങ്ങളെ വാങ്ങുന്നുള്ളൂ, ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങണം, നിങ്ങൾ മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നുണ്ടല്ലോ, നിങ്ങൾ ഞങ്ങളെ കൂടി കൺസിഡർ ചെയ്യും. ഈ അമേരിക്കയിൽ നിന്ന് നിങ്ങൾ എണ്ണ വാങ്ങ്, അമേരിക്കയിൽ നിന്ന് നിങ്ങൾ ആയുധങ്ങൾ വാങ്ങ്, നിങ്ങളെ ഞങ്ങളുടെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിറ്റാൽ മാത്രം പോരാ, ഞങ്ങളുടെ അടുത്തുനിന്നും കൂടി നിങ്ങൾ സാധനങ്ങൾ വാങ്ങ് എന്നാണ് ട്രംപ് പറയുന്നത്. ഒരു പരിധി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേറ്റ് ചെയ്തിട്ട് രണ്ടു കൂട്ടർക്കും വലിയ കുഴപ്പമില്ലാത്തൊരു ഡീലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ കാര്യങ്ങളെ മനസ്സിലാക്കാതെ വൈകാരികമായിട്ട് പ്രതികരിക്കേണ്ട ഒരു ആവശ്യം ഇതിനകത്തില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം US വളരെ അത്യാവശ്യമാണ്. നമ്മൾ അങ്ങ് വളർന്ന് പടർന്ന് പന്തലിച്ചൊന്നും നിൽക്കുന്നില്ല. ഇവിടെ പലരും പറയുന്ന കേട്ടാ തോന്നും ഇന്ത്യ അങ്ങ് അമേരിക്കയേക്കാൾ വലിയ സൂപ്പർ പവർ ആയെന്നാണ്. അങ്ങനെയൊന്നും ആയിട്ടില്ല. ഒരു 10, 20, 30 വർഷം കൊണ്ട് നമുക്ക് അമേരിക്കയെ പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാകണമെന്നതാണ് നമ്മുടെ വലിയ സ്വപ്നം എന്ന് പറയുന്നത്. ആ സ്വപ്നത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇരുന്നിട്ട് കാല് നീട്ടാന്ന് പറയും. ആ സ്വപ്നത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്നത് ബുദ്ധിയല്ല. നമ്മളിപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ വലിയ സംഭവമാണ്, നമ്മൾ അമേരിക്കയെക്കാളും വലുതാണെന്ന് അങ്ങനെ വലിയ അഹങ്കാരമോ ഈഗോയോ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. കാരണം US നമ്മളെക്കാൾ ഏകദേശം ഒരു 6 7 മടങ്ങ് മിനിമം ഇന്ത്യയെക്കാൾ എക്കണോമിക്കലി പവർഫുൾ ആണ്, ഇന്ത്യയെക്കാൾ സൈനികമായിട്ട് പവർഫുൾ ആണ്, ടെക്നോളജി പരമായിട്ട് ഏറെ മുമ്പിലാണ്. ഈ പരമമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം നമ്മൾ US അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെയും വെല്ലുവിളിച്ച് വലിയ ഏട്ടം കളിക്കാൻ പോകുന്നതിന് പകരം ഇന്ത്യയുടെ വളർച്ചയിൽ ഫോക്കസ് ചെയ്യുക, നല്ല നല്ല ഡീലുകൾ ഉണ്ടാക്കി ഇന്ത്യയുടെ എക്കണോമിയെ ശക്തിപ്പെടുത്തുക, ചൈന പണ്ട് ചെയ്തതുപോലെ ഒരു സൈഡിൽ കൂടി ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് പോവുക, പ്രശ്നങ്ങളിലൊന്നും പോയി തലവയ്ക്കാതെ നൈസായിട്ട് അങ്ങ് പോവുക. ഒരു 10-25 വർഷം മനസമാധാനത്തോടെ പോകാൻ പറ്റിയാൽ അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ US ആരെയോ വേണമെങ്കിലും വെല്ലുവിളിക്കാവുന്നൊരു സൈനികമായും സാമ്പത്തികമായുമുള്ള ശക്തി വരും. അല്ലാതെ നമ്മൾ ഇപ്പൊ അമേരിക്കയുടെ മുമ്പിൽ ആള് കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവരെല്ലാരും കൂടെ ചേർന്ന് നമുക്കിട്ട് പണിയെന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി തകർക്കും. ഒരു രാജ്യത്തിന് സൈനിക ശക്തി ആകണമെങ്കിൽ പോലും പൈസ വേണം. പൈസ ഇല്ലാതെ എവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് സൈനിക ശക്തി ആവാൻ പറ്റും? അപ്പം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് എക്കണോമിക് പവറാണ്. എക്കണോമിക് പവർ ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം കൂടെ പോരും. അപ്പൊ ആ എക്കണോമിക് പവർ എന്ന് പറയുന്നത് ഇന്ത്യക്ക് കിട്ടാതിരിക്കാൻ അമേരിക്കയും അവരുടെ സഖ്യരാജ്യങ്ങൾ വിചാരിച്ചാൽ ഇന്ന് എന്തായാലും പറ്റും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ US പിണക്കുന്നതിന് പകരം ഒരു ബെറ്റർ ഡീൽ ഉണ്ടാക്കുക, ഈഗോയൊക്കെ മാറ്റി വെച്ച് വലിയ ആളാണെന്നുള്ള തോന്നലൊക്കെ മാറ്റി വെച്ചിട്ട് രാജ്യത്തിന്റെ വളർച്ചയിൽ ഫോക്കസ് ചെയ്ത് 10-25 വർഷം കൊണ്ട് ഇന്ത്യ ഒരു സ്ട്രോങ് രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വേണം മുന്നോട്ട് പോകാൻ. അതിന് ഇത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. US തരക്കേടില്ലാത്തൊരു ട്രേഡ് ഡീൽ നമുക്കുണ്ടായിട്ടുണ്ട്, യൂറോപ്പുമായിട്ട് നല്ലൊരു ഡീൽ നമുക്കുണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ ഡീലുകൾ ഉണ്ടാക്കി യുദ്ധങ്ങളിലൊന്നും പോയി തലവയ്ക്കാതെ നൈസായിട്ട് അങ്ങോട്ട് പോവുക. അതാണ് ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് ശരിയായ ഒരു വഴിയും. ഇപ്പൊ ഇന്ത്യ ഇപ്പം അമേരിക്കയുടെ മൊത്തം ഡീലുകൾ എടുത്ത് പരിശോധിച്ചാൽ തരക്കേടില്ലാത്തൊരു ഡീലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മറ്റു പല രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ. അതാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ബെറ്റർ ഡീല് കിട്ടുന്നുണ്ടോ മറ്റുള്ളവരെ അപേക്ഷിച്ച്? അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലൊരു പൊസിഷനിലാണ്. 500 ബില്യന്റെ സാധനം വാങ്ങാമെന്ന് പറഞ്ഞത് നാളെ പോയി വാങ്ങുന്നല്ല, 5 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ ഒക്കെ ചിലപ്പോൾ വാങ്ങുള്ളൂ. അത് അമേരിക്കയുടെ ഒരു ആഗ്രഹം കൂടിയാണ്, നമ്മൾ കൂടുതൽ വാങ്ങണം, പിന്നെ ട്രംപിന് 4 ആളുടെ അടുത്ത് പറയണം, അത്രയേ ഉള്ളൂ അതിനകത്ത്. ഈ ഓരോ രാജ്യങ്ങളിൽ ട്രില്യൺ കണക്കിന് ഡോളർ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ സാധനം വാങ്ങുന്നതിലല്ലേ പറയുന്നുള്ളൂ. അപ്പം നമുക്കതൊരു ബെറ്റർ ഡീലാണ് എന്നതാണ് സത്യം. പിന്നെ ഈ പലരും ഇതിനെ ഒരു വിഷയമാക്കി മാറ്റി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. വിദേശ ശക്തികൾ ആഗ്രഹിക്കുന്ന എന്താണ്? ഇന്ത്യ വിരുദ്ധ ശക്തികൾ ആഗ്രഹിക്കുന്ന എന്താണ്? ഇന്ത്യയിൽ ഒരു കർഷക കലാപം ഉണ്ടാവണം, മോദി സർക്കാർ താഴെ വീഴണം, അതൊരു അജണ്ടയുടെ ഭാഗമാണ്. അപ്പോൾ എന്ത് വന്നാലും ആ രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശ്രമം സ്വാഭാവികമായിട്ട് നടക്കും. അതിനെ നമ്മൾ ഇന്ത്യക്കാരും മനസ്സിലാക്കി പെരുമാറുക. ഇപ്പൊ മോദി എല്ലാ കാലവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കില്ല, പക്ഷേ ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഇന്ത്യക്കാരാണ്. ഇന്ത്യയിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഒരു വിദേശ ശക്തിയെ നമ്മൾ അനുവദിക്കരുത്. നമ്മളിവിടെ ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുത്ത സർക്കാരാണ്. അതിപ്പോൾ നമ്മുടെ കേരളം ഭരിക്കുന്ന LDF സർക്കാരാണെങ്കിലും ഇവിടുത്തെ ആളുകൾ തെരഞ്ഞെടുത്തതാണ്. അതുപോലെ രാജ്യം ഭരിക്കുന്ന മോദി സർക്കാരാണെങ്കിലും ഈ ഇന്ത്യയിലെ ജനങ്ങൾ ഭൂരിപക്ഷം ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുത്ത സർക്കാരാണ്. ആ സർക്കാരിനെ അട്ടിമറിക്കാൻ ഒരു ശക്തിയെയും പുറത്തുനിന്ന് അനുവദിക്കാതിരിക്കേണ്ടത് ഇന്ത്യക്കാരായ നമ്മൾ ഓരോരുത്തരുമാണ്. അല്ലാതെ മറ്റുള്ളവരുടെ ചട്ടുകമായിട്ട് പണ്ട് ഒരു കമ്പനി വന്നാണ് ഈ വലിയ സബ് കോണ്ടിനെന്റിനെ ഭരിച്ചതെന്ന് ആലോചിക്കണം. ബ്രിട്ടീഷ് സൈന്യമല്ല ഓടിയിങ് വന്നത്, വെറും ഒരു കമ്പനി. അതെന്തുകൊണ്ടാണ് ബ്രിട്ടനിൽ നിന്ന് വന്ന ഒരു കമ്പനി നമ്മളെ ഭരിച്ചതെന്നറിയാമോ? ഒത്തൊരുമ എന്ന് പറയുന്ന സാധനമില്ല. അന്നിവിടെ RSS ഇല്ല, അന്നിവിടെ BJP ഇല്ല, CPM ഇല്ല, കോൺഗ്രസ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഒത്തൊരുമ അന്നുമില്ല. അതുകൊണ്ട് എന്തായി? ഈ ഇത്രയും വലിയൊരു രാജ്യത്തെയും കോടിക്കണക്കിന് ജനങ്ങളെയും യൂറോപ്പിൽ നിന്ന് വന്ന ഒരു പീറ കമ്പനി 2 നൂറ്റാണ്ടാണ് അടക്കി ഭരിച്ചത്. അപ്പൊ അത് ഇനിയും ആവർത്തിക്കാതിരിക്കണമെങ്കിൽ തലയ്ക്ക് വെളിവുള്ള ഇന്ത്യക്കാർ ഇനിയെങ്കിലും ചിന്തിക്കുക.
നമ്മുടെ രാജ്യത്തിനകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവും, രാഷ്ട്രീയമായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാം. പക്ഷേ വിദേശ ശക്തികൾ നമ്മുടെ രാജ്യത്ത് കയറി മുതലെടുപ്പ് നടത്താൻ അനുവദിക്കരുത്. നിലവിലിപ്പോ ഒരു ഗവൺമെന്റ് ഒരു ഡിസിഷൻ എടുത്താൽ അതിൽ അപാകത ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. അനാവശ്യമായിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങൾ അതിൽ കുത്തിത്തിരികി നമ്മൾ തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ മറ്റുള്ളവർ കയറി ഇവിടെ മേയും. അതാണ് പണ്ടും നമുക്ക് സംഭവിച്ചത്. ഇനിയെങ്കിലും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.